ബിടെക്കിനും മറ്റ് ഡിഗ്രി സ്റ്റുഡൻസിനും വേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് കോൺകേവിറ്റി ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് കോൺകേവിറ്റി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫംഗ്ഷനുകളുടെ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ്, ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്താൽ, ഇവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതേസമയം ഇങ്ങനൊരു ഗ്രാഫ് ഈ രീതിയിൽ വരുന്നതിനെയാണ് കോൺകേവ് അപ്പ് എന്ന് പറയുക. ഈ രീതിയിൽ വരുന്നതിനെ കോൺകേവ് ഡൗൺ എന്ന് പറയാം. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഈ കോൺകേവ് അപ്പിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ഒരു ഫേസ് വരച്ച് കാണിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമല്ലേ തോന്നുന്നത്. എന്നാൽ ഇവിടെ വരയ്ക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളിലെ കാണുക. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്മൈലി ഫേസിനെ കാണാം. ഇവിടെ സാഡ് ഫേസാണ് കാണുന്നത്. ഇങ്ങനെ സ്മൈലി ആയിട്ടുള്ള ഫേസ് വരുമ്പോൾ അവിടെ കോൺകേവ് അപ്പ്, സാഡ് ആയിട്ട് വരുമ്പോൾ കോൺകേവ് ഡൗൺ. അതല്ല ഡെഫിനിഷൻ, പക്ഷേ നമുക്ക് കോൺകേവിറ്റിയെ ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൺകേവ് അപ്പാണോ കോൺകേവ് ഡൗൺ ആണോ, അതായത് സ്മൈലി ആണോ സാഡ് ആണോ എന്ന് തിരിച്ചറിയുക? അതിന് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ എഫ് എക്സ് ആണ് എങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്പ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് വരുന്നിടത്ത് കോൺകേവ് അപ്പ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അത് കോൺകേവ് ഡൗൺ ആണ്. ഇതാണ് കോൺകേവ് അപ്പും കോൺകേവ് ഡൗണിൻ്റെയും ഡെഫിനിഷൻ എന്ന് പറയാവുന്നത്. ഇതുപോലെ രസകരമായ രീതിയിലുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾക്ക് വേണ്ടി യു അറ്റൻഡ് ദ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. താങ്ക് യു.